നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. ഉറപ്പോടെ ബലത്തോടെ കൃപയിൽ മുന്നേറി പോകാം. ശത്രുവിൻ തന്ത്രത്തെ ശക്തിയാൽ ജയിക്കാം. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ നേരെ പാഞ്ഞു ചെല്ലും. ദൈവത്താലേതു മതിലും ചാടിക്കടക്കും. നടക്കാത്തതൊന്നുമില്ല, ചലിക്കാത്തതൊന്നുമില്ല. ദൈവത്തിന്റെ കരത്താലെല്ലാം നടക്കും. മാറിടാത്തതൊന്നുമില്ല, നീങ്ങിടാത്ത കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ സർവം നടക്കും. കർത്താവിന്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ ദൈവജനവുമായി മുൻപിലെത്തുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുവാനിടയാകും. നിങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അല്ല ദൈവരാജ്യത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അതൊരു സാധാരണ കാര്യമല്ല. അതൊരു സാധാരണ കാര്യമായി കാണുകയും അരുത്. കാരണം അത് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നാണ് ദൈവജനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് വളരെ വലിയൊരു പ്രാധാന്യം കർത്താവ് കൊടുക്കുന്നുണ്ട്. നിശ്ചയമായും അതിൻ്റെ പ്രതിഫലം നിങ്ങൾ അനുഭവിക്കുവാനിടയാകും. പലപ്പോഴും സുവിശേഷ വേലയുടെ മുൻപിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ സുവിശേഷ വേലയെ താല്പര്യത്തോടെ ചെയ്യുന്നവർ മറ്റുള്ളവരിൽ നിന്നും ചിലത് സഹിക്കുന്നതായി കാണാം. പക്ഷേ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഈ ഉറപ്പ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമുക്ക് ചില സന്ദർഭങ്ങളിലേക്ക് പോകാം. ദൈവജനത്തിൽ എഴുതിയിരിക്കുന്ന ചില അനുഭവങ്ങളിലേക്ക് പോകാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് നിങ്ങളുടെ അസാധാരണമായ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഡേ ആണ്. നിങ്ങൾ എത്ര പേര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? അടുത്തിരിക്കുന്നവരോട് പറ, അസാധാരണമായത് എന്തോ നടക്കാൻ പോകുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നോ? I came with a great expectation. God is going to do something great today. Amen. ഒരു നല്ല ആമേൻ പറഞ്ഞു. ഒരു നിമിഷം കാര്യങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ച കർത്താവേ, ഇന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണം. നിങ്ങളുടെ ചിന്താഗതികൾ മാറണം. ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം. അസാധാരണമായ ചിലത് ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് ഞങ്ങൾ വ്യക്തിപരമായി അറിയാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഇൻ ജീസസ് നെയിം ആമേൻ. ഒരു നല്ല ആമേൻ പറയാം. ഇരിക്കാൻ നമുക്ക്. സത്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മലോകം എന്നൊരു വിഷയമാണ്. പക്ഷെ അവിടേക്ക് നമുക്കിന്ന് കടക്കാൻ ഒക്കുമെന്ന് അറിയത്തില്ല. അതിൻ്റെ ഇൻട്രഡക്ഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം തീരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുമ്പോൾ നമ്മൊരു പ്രധാന വാക്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ച് അതിൽ 2 വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ മേലെ ഉള്ളിലേക്ക് പോകാം. ഒരു വാക്യത്തിലേക്ക് വരാം. മത്തായി സുവിശേഷം എടുക്കാം, അതിൻ്റെ 8-ാം അധ്യായം എടുക്കാം, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ശതാധിപൻ അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ചു. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ മർക്കോസിൽ ഇത് വായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോളി ഞാൻ ഇല്ലാത്ത ആഴ്ചയിൽ ബ്രിങ് യുവർ സ്ട്രോങ് പെറ്റീഷൻ എന്നൊരു മെസ്സേജ് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നോ? ഒരു നല്ല ആമേൻ പറയാമോ? ഞാൻ ആ വാചകം വായിക്കുമ്പോഴൊക്കെ ചിന്തിക്കുകയും മർക്കോസ് പറയുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് പറഞ്ഞു. അവർ 2 റിക്വസ്റ്റും കൂടെ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. 2 നമുക്കൊരു പള്ളിയും കൂടെ വെച്ച് തന്നിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് അവൻ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു പള്ളി വെച്ച് വന്നിരിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ അടുക്കൽ വല്ല റിക്വസ്റ്റ് നടക്കുമോ? നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞത് പ്രാർത്ഥന നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരു റെക്കമെൻഡേഷൻ നടക്കുമോ ദൈവത്തിൻ്റെ അടുക്കൽ? നിങ്ങളൊന്നും മിണ്ടാത്തെ. നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഇവർ വന്നിട്ട് ഒരു റെക്കമെൻഡേഷൻ പറയുക. അത്
സ്ട്രോങ് പെറ്റീഷൻ എന്നാണ് ഞാൻ സോളി സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ആൾസോ ഇറ്റ് ഇസ് എ റെക്കമെൻഡേഷൻ ആൾസോ. കർത്താവിനോട് പറയുക, കർത്താവേ, ഈ മനുഷ്യൻ നമുക്ക് ഒരു പള്ളി തന്നിട്ടുണ്ട്, ഇവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, ഇവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇത് റെക്കമെൻഡേഷൻ അല്ലേ? നിങ്ങളെന്തൊന്നും വേണ്ടാത്ത? യേശു ആ റെക്കമെൻഡേഷൻ എടുക്കാൻ പാടുണ്ടോ? വാസ്തവത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. നമ്മൾ അങ്ങനെയേ ചെയ്യത്തുള്ളൂ. റെക്കമെൻഡേഷൻ ഒന്നും എൻ്റെ അടുക്ക് നടക്കത്തില്ലെന്ന് നമ്മൾ പറയുന്ന ആളുകളാണ്. പക്ഷെ ദൈവം അവൻ ചെയ്തതിനെ സീരിയസ് ആയിട്ട് എടുത്തു. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നീ ദൈവത്തിൻ്റെ ജനത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം അതിനെ സീരിയസ് ആയിട്ട് എടുക്കും. ഹല്ലേലൂയ. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ സേവിക്കുന്ന, നിന്നെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിനെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ അതിനെ ദൈവം സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങൾ അതിന് കൈയടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. നിങ്ങളെ നോക്കുന്ന ലീഡേഴ്സിനെ, നിങ്ങളുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന ലീഡേഴ്സിനോട് നിങ്ങൾ ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. അവരെ സ്നേഹിക്കുന്നതിനെ ദൈവം സീരിയസ് ആയി കാണും. ആമേൻ. ഒന്ന് കൈയടിച്ച ഒരു ആമേൻ പറഞ്ഞേ. മാത്രമല്ല, അവനോട് കർത്താവ് റെക്കമെൻഡേഷൻ ചെയ്യാൻ ഉപയോഗിച്ച വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾക്കൊരു പള്ളി പണിഞ്ഞു വന്നിരിക്കുന്നു, കുറച്ച് പൈസ എനിക്ക് തന്നിട്ടുണ്ട്, പൈസ എനിക്ക് തരാനിടയായിട്ടുണ്ട്, ഞങ്ങളെ സഹായിച്ച ആളാണ്. ഇത് വല്ലതും പറഞ്ഞ ദൈവം കേൾക്കുമെന്നാണ് നമ്മുടെ ചിന്തയിലുണ്ടായിരുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ ആ ആളുകളുടെ വാക്കുകളെ യേശു കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള ഒരാളുടെ വീട്ടിൽ വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത് മറന്നു കളയുന്നവനല്ല എന്ന് പുസ്തകം എഴുതിയിരിക്കുകയാണ്. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കാം. ആമേൻ. നീ ദൈവത്തിന് വേണ്ടി നിന്നത് അവൻ മറന്നു കളയാൻ കഴിയുന്നവനല്ല, അവന് വേണ്ടി നിന്നതിനെ ഓർക്കുന്നവനാണ്. നിങ്ങൾ എന്താ ചാടി എഴുന്നേറ്റ് നല്ല ആമേൻ പറയാതെ? അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തിട്ട് പറ, നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം ഓർമ്മിക്കുന്നവനാണ്. ഒന്ന് കൈ അടിച്ചുകൊണ്ട് പറ, ദൈവം അതിനെ ഓർമ്മിക്കുന്നവനാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ, കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി നിന്നതാണെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കുമെന്ന് പറയുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്. അതിനെ കൺസിഡർ ചെയ്യുന്ന, അങ്ങനെയുള്ള ഒരാളെ പരിഗണിക്കുന്ന, അങ്ങനെ ഒരാളെ നമ്മൾ പറയുന്നത് ദൈവത്തെ വേറെ രീതിയിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവിൻ്റെ അടുക്കൽ അവരങ്ങനെ സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞത്, നോക്കാം, അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് പറയരുത് എന്നൊന്നല്ല. ജെന്യുവനായി കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് സ്വർഗീയ റെക്കോർഡിലുണ്ട്. അതിനെ അതുകൊണ്ടാണ് പറഞ്ഞ, പുഴു കയറാത്ത, തുരുമ്പ് കയറാത്ത സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകുന്നത് നല്ലതാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഈ ഭൂമിയിൽ നിങ്ങൾ ചിലത് ചെയ്യുന്നത് സ്വർഗീയ നിക്ഷേപങ്ങൾക്ക് കാരണമാകും. ഈ ഭൂമിയിൽ ചിലരെ ശുശ്രൂഷിക്കുന്നത്, ഈ ചിലരെ പോയി കാണുന്നത്, ചിലരെ പോയി സഹായിക്കുന്നത്, ദരിദ്രരെ കാണുന്നത്, അവരെ സഹായിക്കുന്നത്, രോഗികളെ കാണുന്നത്, സഹായിക്കുന്നത്, സ്വർഗത്തിൽ റെക്കോർഡുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോട് ദൈവത്തിന് എന്റെ വലതുവശത്ത് നിൽക്കാൻ പറയാൻ ഇഷ്ടമുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാളോട് ദൈവം പറയും, നീ പണി നോക്കി പോ, നീ ദൈവത്തിന് ചെയ്തെങ്കിൽ അങ്ങനെയൊന്നും അല്ല ദൈവം ഡീൽ ചെയ്യുന്നത്. അത് നിങ്ങളാണ്. സ്വർഗം പറയുന്നത്, അവൻ എനിക്ക് വേണ്ടി ചെയ്തവനാകൊണ്ട് ഞാൻ അവൻ എൻ്റെ വലതുവശത്ത്. ഹല്ലേലൂയ. ചിലർ ഇതിനകത്ത് അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ കർത്താവിനോട് പറയാറുള്ള ഒരു കാര്യം, കർത്താവ്, 22 വയസ്സിൽ എനിക്ക് പാപം ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. സമ്പത്തുള്ള സമയത്താണ് ഞാൻ യേശുവിനെ അറിഞ്ഞ്. അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ ബിസിനസ്, എൻ്റെ കടയിലെ കച്ചവടം നിന്നതിൻ്റെ ഒരു കാരണം, ഞങ്ങൾക്ക് ഏറ്റവും ബിസിനസ് ഉണ്ടായിരുന്ന സിഗരറ്റിനായിരുന്നു. വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, സിഗരറ്റ് എങ്ങനെയാണ് കച്ചവടം ചെയ്യുന്നത്? സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ സിഗരറ്റ് വിൽക്കും? ഞാൻ സിഗരറ്റ് നിർത്തി. അന്ന് മുറുക്കാൻ കടകളിലെ ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളത്. കൊച്ചു കൊച്ചു സ്റ്റേഷനറി കടകൾക്ക് ഹോൾസെയിൽ കൊടുക്കുക പരിപാടി. സിഗരറ്റ് ഏജൻസി വിട്ടതോടുകൂടെ ഒരു വലിയ ബിസിനസ് തന്നു. അന്ന് ഞങ്ങൾക്ക്
വിക്കി എന്ന് പറയുന്ന ഒരു തീപ്പെട്ടിയുടെ ഏജൻസി ഉണ്ട്. ആ സിഗരറ്റ് വിട്ടതോടുകൂടി ആ ഏജൻസി ഡൗൺ ആവാൻ തുടങ്ങി. തീപ്പെട്ടി അതിൻ്റെ കൂടെയാണ് പോകുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവരും എന്നോട് എതിർക്കാൻ തുടങ്ങി. കച്ചവടം കളഞ്ഞിട്ട് സുവിശേഷം പറയുകയാണ്. ഇത്രയും വർഷമായിട്ട് 1071 തുടങ്ങിയ സ്ഥാപനമാണ്. 71 ഞാൻ ജനിക്കുന്ന പിന്നെ സ്ഥാപനമുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവോ എതിർപ്പ് എത്രത്തോളം വേദമായിരിക്കുമെന്ന്? ഞാനിങ്ങനെ മസിൽ കൂടെ നിന്നു. അതുവരെ ബില്ലിൽ വെട്ടിക്കാമെന്ന് ചിന്തിച്ചിരുന്ന ഞാൻ ഒരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കില്ലെന്ന് തീരുമാനിച്ചു. നിങ്ങളുടെ സ്വത്രമൊക്കെ പോയോ? കള്ളത്തരം കാണിക്കില്ലെന്ന് തീരുമാനിച്ചു. ഞാൻ അനുഭവിച്ച പ്രഷർ നിങ്ങൾക്ക് അറിയത്തില്ല. അന്ന് ഇൻകം ടാക്സ് വെട്ടിക്കാന്ന് പറയുന്നത് സാധാരണ കാര്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിന് വേണ്ടി നിന്നു. റിസൾട്ട് താഴോട്ടൊന്നും പോയില്ല കേട്ടോ. ഈ പകൽ ചിലരെ നോക്കിയൊരു ദൂത് പറയുക, നിങ്ങൾ ആരെങ്കിലും യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെറുത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് കർത്താവ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് എഴുതി വെക്കും കേട്ടോ. നിങ്ങളെന്താ അനങ്ങാത്തേ? നിങ്ങൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ he will record it. അത് അവൻ എഴുതി വെക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്ത വാചകം യേശു കർത്താവ് അവനോട് പറയുവാണ്, ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് അവനോട് പറഞ്ഞു. നിങ്ങൾ അടുത്ത വാചകം വായിക്കും. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാലിക്കാരൻ സുഖമാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത്. യേശുവിനോട് അവൻ പറഞ്ഞു വരണ്ട. യേശുവിനോട് വരണ്ട എന്ന് പറഞ്ഞ ആ സംഭവത്തെ നോക്കിയിട്ട് യേശു പറഞ്ഞു വലിയ വിശ്വാസം എന്നാ. നിങ്ങൾ ആരെങ്കിലും എന്നോട് വീട്ടിൽ വരണ്ട എന്ന് പറഞ്ഞ, ബ്രദർ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ, അത് നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ പലപ്പോഴും ഫിസിക്കൽ പ്രസൻസിനെയാണ് ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുന്നത്. യേശു ഫിസിക്കലി എൻ്റെ വീട്ടിൽ വന്നാൽ, യേശു പറഞ്ഞൊരു വാക്കിന് അതുപോലെ വാല്യൂ ഉണ്ടോ? അത് നമുക്ക് പലപ്പോഴും തലയിലോട്ട് ബുദ്ധിയിലേക്ക് വരത്തില്ല. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, അവൻ പറയുന്ന ആരാണ്? യേശു അങ്ങ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് നീ വരുന്നത് പോലെ ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞതിനെ യേശു നോക്കിയിട്ട് പറഞ്ഞു, ഇത് ചെറുതല്ല, ഇത് വലിയതാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, ആ മനുഷ്യന്റെ അകത്ത് ആഴത്തിൽ എവിടെയോ കയറിക്കൂടി വചനം, വേർഡ്, യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിന് യേശുവിനെ പോലെ തന്നെ ശക്തിയുണ്ട്. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് പറഞ്ഞേ, യേശുവിന്റെ വായിലെ വാക്കുകൾക്ക്. കുറച്ചും കൂടെ കയറി പറഞ്ഞ, നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലെ വാക്കുകൾക്ക് യേശുവിനെ പോലെ പോലെ, കുറച്ചും കൂടെ കയറി പറയാം, യേശുവിനെ പോലെ ശക്തിയുണ്ട്. അവിടെയാണ് വേദപുസ്തകം പറയുന്നത്, തുടങ്ങുന്നത് യേശുവിനെ പറഞ്ഞുകൊണ്ടല്ല, ഉൽപ്പത്തി തുടങ്ങുന്ന യേശുവിനെ പറഞ്ഞുകൊണ്ടല്ല, യോഹന്നാൻ തുടങ്ങുന്നതും യേശുവിനെ പറഞ്ഞുകൊണ്ടല്ല, പകരം വചനം ഉണ്ടായിരുന്നു, വാക്കുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. ശൂന്യത മാറിയത് വാക്കുകളാലാണ്, പാഴും ശൂന്യമായത് നിവർന്നത് വാക്കുകളാലാണ് എന്ന് പറഞ്ഞാൽ, സകലത്തെയും ഉളവാക്കാൻ ദൈവം ഉപയോഗിച്ചതൊരു ആളെയല്ലെന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന് വ്യത്യാസമായി പോകും. അവനാലാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ അവനെന്ന് പറയുന്നത് വചനമായിരുന്നു. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറയാവോ? കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്കൊരു വാക്യം കൂടെ വരാം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഇത് ഞാൻ കുറച്ചും കൂടെ ഡീപ്പായി തൊട്ടിട്ട് ഉള്ളിലേക്ക് പോകാം. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവിനെ മരിക്കത്തക്ക രോഗം വന്നു. ഹിസ്കിയാവ് എന്ന് പറഞ്ഞ രാജാവിനോട് യെശയ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹ കാര്യങ്ങൾ നീ ക്രമീകരിച്ചോ, നീ മരിക്കാൻ പോവാണ്. ഹിസ്കിയാവും വളരെ സ്ട്രോങ് ആയൊരു ഡിസിഷൻ എടുത്തു. അവൻ നേരെ ഭിത്തിയിലേക്ക് തിരിഞ്ഞിട്ട്, അല്ലെങ്കിൽ ദേവാലയം ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി നിന്നത് നീ ഓർക്കണമേ എന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ തലയിൽ നിന്ന് പോകരുത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന് ഭയങ്കര വാല്യൂ എന്ന് പറ. ദൈവത്തിന് വേണ്ടി നിൽക്കുക മാത്രമല്ല, ദൈവവേല ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി നിൽക്കുന്നതും വലിയ കാര്യമാണ്. യൂബർട്ട് ഏഞ്ചൽ പറയുന്ന ഒരു വാചകം
ഞാൻ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം എങ്ങനെയാ, എന്നെ എതിർക്കുന്ന ആളുകളോട് എന്നെ ഡിഫെൻഡ് ചെയ്യുന്നതും എന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? ആ വാചകം കേട്ടപ്പോൾ എനിക്ക് തോന്നി ദാറ്റ് ഈസ് റൈറ്റ്. നിങ്ങളുടെ പാസ്റ്ററിന് നേരെ ആക്ഷേപം പറയുമ്പോൾ അതിനുവേണ്ടി നിൽക്കാൻ കഴിയുന്നതും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഓൺലൈനിലാണ് പോകുന്നതെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഒന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹിസ്കിയാവിനോട് അങ്ങനെ ഒരു വാചകം പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് കർത്താവിന് വേണ്ടി നിന്ന കാര്യം ദൈവത്തോട് പ്രസന്റ് ചെയ്യുക. ആ സമയത്ത് അടുത്ത വാചകം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവോ? യെശയ്യാവ് നടുമുറ്റം പോകുന്നതിന് മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അതിന് ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം. And before Isaiah had gone out of the middle of the courtyard, the word of the Lord came to him. അവിടെ എഴുതിയിരിക്കുന്നത് അരുളപ്പാടുണ്ടായി എന്നല്ല എഴുതിയിരിക്കുന്നത്, അവൻ്റെ അടുക്കിലേക്ക് വചനം വന്നു എന്നാണ്. ഈ അരുളപ്പാടെന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ എന്തോ ഉള്ളത്? അശരീരി കേട്ടു, ഒരു തോന്നലുണ്ടായി. ബുദ്ധൻ എന്ന് പറയുന്ന ശ്രീ ബുദ്ധനെ അദ്ദേഹത്തിന് അരുളപ്പാടുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ബോധോദയം ഉണ്ടായി. അതിനൊക്കെ നമ്മൾ അരുളപ്പാടുകൾ എന്ന് പറയുന്നത്. അശരീരി അരുളപ്പാടെന്നാണ് പറയുന്നത്. ഒരു ബോധ്യം ഉണ്ടാകുക, അരുളപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ ഡീപ്പറാണ്. എന്ന് പറഞ്ഞ വേർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ വചനം ഉണ്ടായി. ആ വചനം ഒരാളുടെ ഉള്ളിലുണ്ടായാൽ അദ്ദേഹത്തിന് വിഷൻ ഉണ്ടാകാം, അതിന് പലതും ഉണ്ടാകാം. നിങ്ങൾ ശ്രദ്ധിക്കാമോ? അവൻ്റെ അകത്തേക്ക് ആ വചനം വന്നപ്പോൾ അവൻ ചെയ്തത്, അതിനകത്ത് എക്സ്ട്രാ ഒന്നും ഇട്ടില്ല. യെശയ്യാവ് ചെന്നിട്ട് ആ വചനം എന്താണോ ദൈവത്തിൽ നിന്ന് അവൻ കേട്ടത് അവൻ അങ്ങനെ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണേ. അവൻ കൈവച്ച് ഭൂതത്തെ പുറത്താക്കിയില്ല, ആ കൈവച്ച് രോഗത്തെ സൗഖ്യമാക്കിയില്ല, ആ രോഗാത്മാവിനെ ശാസിച്ചില്ല. 15 വർഷം അവൻ ആയുസിനെ നീട്ടിക്കൊടുക്കാൻ പ്രാർത്ഥിച്ചില്ല. പകരം ദൈവം എന്തു പറഞ്ഞോ അത് പറയുന്ന നിമിഷത്തിൽ ഇതെല്ലാം അവനെ ഉളവാകാനായി തുടങ്ങി. ഞാൻ ചിലരോടൊരു ദൂത് പറയട്ടെ. ആരെങ്കിലും ഈ പകൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ റിസീവ് ചെയ്യുന്നുവെങ്കിൽ അതിനെ പിന്നെ ഒരു ശുശ്രൂഷകന്റെ കൈവെപ്പിന്റെ ആവശ്യമില്ല. അവിടെ ചിലത് ഉളവാകാനായി തുടങ്ങും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ജോൺ ഡാരുവിന്റെ കൈവെപ്പല്ല നിനക്ക് വേണ്ടത്, ദൈവത്തിൽ നിന്നുള്ള വചനമാണ് വേണ്ടത്. നിന്റെ അകത്ത് വേർഡ് കയറിയാൽ അത് എന്താണോ ആ വേർഡിനകത്തുള്ളത് അത് ഉളവാക്കാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ, ശബ്ദം ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ യെശയ്യാവിന് കിട്ടിയത് വചനമായിരുന്നു. ആ വചനം അവൻ വിളിച്ചു പറഞ്ഞപ്പോ ആ പറഞ്ഞത് അവിടെ ഉളവാകാനായി തുടങ്ങി. ചിലരോട് പറയുക, നിങ്ങളുടെ അകത്ത് ദൈവം എന്തെങ്കിലും തന്നാൽ അത് പറഞ്ഞാൽ അത് ചിലത് ഉളവാക്കുന്നതാണ്. ചിലത് ഉളവാക്കേണ്ടതിന് വിശ്വാസം പറയാം, നല്ലതാണ്. പക്ഷെ ദൈവം പറഞ്ഞതാണ് നീ പറയുന്നതെങ്കിൽ അതിന് എനിക്ക് പറയാനുള്ളത് അത് 2 ദിവസം കഴിഞ്ഞല്ല, അത് അപ്പോൾ ഉണ്ടാകാനായി തുടങ്ങും. Come on. ചേർന്ന് കൈയടിച്ചു ആമേൻ പറ. അടുത്തിരിക്കുന്നവരോട് പറ, ചിലത് ഉളവാക്കാനുള്ള ദൈവവചനം നിന്റെ കൈകളിൽ ദൈവം തരുവാൻ റെഡിയാണ്. കൈകളടിച്ചു ഹല്ലേലൂയ പറ. നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്ന ദൈവവചനത്തിന് ചിലതിനെ ഉളവാക്കുവാനായി കഴിയും. അത്രത്തോളം ബലമുള്ളതാണ് കർത്താവ് നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്നത്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണമായ ചിലതിനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഏത് മേഖലയിലും ചിലതിനെ ഉളവാക്കുവാൻ ആ ദൈവത്തിൻ്റെ വചനത്തെയാണ് കർത്താവ് നിങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്നത്. വളരെ അനുഗ്രഹത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോയാട്ടെ. കർത്താവിൻ്റെ ആ സൈന്യം മുഴുവനും നമ്മളോടൊപ്പമുണ്ട്. താങ്ക് യു ജീസസ്. നമുക്ക് ഇനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് റെനി അലക്സ് എന്നാണ്. എരുമേലിയിൽ നിന്നാണ് കടന്നു വരുന്നത്. എരുമേലിയിൽ നിന്നാണ് വരുന്നത്.
സിസ്റ്റിന് 1 മാസത്തിന് മുൻപ് 12 പവന്റെ സ്വർണം കാണാതെയായെന്നാണ് പറയുന്നത്. എന്നാൽ 12 പവന്റെ സ്വർണം കാണാതെയായി. വീട്ടിൽ പലയിടത്തും തപ്പി, എന്നിട്ട് അത് കിട്ടിയില്ല. പ്രെയർ ലൈനിൽ പല പ്രാവശ്യമായിട്ട് വിളിച്ചു. എന്നാൽ ഇന്ന് സിസ്റ്റർ നമ്മുടെ ചർച്ചിലേക്ക് മീറ്റിങ്ങിന് വരുവാനായി റെഡിയായപ്പോൾ, എന്നാൽ ഒന്നും കൂടി ഒന്ന് നോക്കിയേക്കാം എന്നുള്ള വിശ്വാസത്തോടെ സിസ്റ്റർ അലമാരിയിൽ തുറന്നപ്പോൾ തന്നെ ആ 12 പവന്റെ സ്വർണം അവിടെ ഉണ്ടെന്നാണ് സാക്ഷി. സിസ്റ്റർ നേരത്തെ ഇപ്പൊ നോക്കിയില്ലായിരുന്നോ? നോക്കി, 3 അലമാരി നോക്കി, അതിൽ 3-ലില്ല. എന്നാ മോളും മമ്മിയും പറഞ്ഞു മോൻ്റെ അലമാരിലൊന്ന് നോക്കാൻ പറഞ്ഞു. അതിലൊന്ന് ജസ്റ്റ് അതിൽ കാണത്തില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഇന്ന് ഏതായാലും ഇങ്ങോട്ട് വരുമല്ലോ, അതിലൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ അതിലിരിപ്പുണ്ട് സാർ. അപ്പം നേരത്തെ അവിടെയാണോ വെച്ചതെന്ന് അറിയത്തില്ല. ഇല്ല, ഹസ്ബൻഡായിട്ട് വഴക്കായിരുന്നു എപ്പോഴും. അപ്പോൾ പുള്ളിയെ പേടിച്ച് ഞാൻ മാറ്റിക്കൊണ്ട് വെച്ചിരുന്ന. കാണാതെ പോയ ഒരു സാധനം കണ്ടുകിട്ടി. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെന്നാട്ടെ സിസ്റ്ററെ. സിസ്റ്ററെ, ഇത് ആശാ ബിബിൻ, മോൻ്റെ പേര് ബിജിനേഷ്. മോന് ചെറുപ്പം മുതൽ ഓട്ടിസം ഉണ്ട്. അവന് എപ്പോഴും ബോധം കെട്ട് വീഴുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 2 തവണ അടുപ്പിച്ച് ബോധം കെട്ട് വീണു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ടെസ്റ്റെല്ലാം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് അവർ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, ടെസ്റ്റ് എല്ലാം നോർമലായി എന്നാണ് സാക്ഷ്യപ്പെട്ടത്. സിസ്റ്റർ, എത്ര വയസ്സുണ്ട് മോന്? മോന് അടുത്ത മാസം 22 ആവും. 22 വയസ്സുള്ള മോനാണ്. ജനിച്ചന്ന് മുതലുള്ള പ്രയാസമാണോ? എന്ന് മുതലായി പ്രയാസം തുടങ്ങിയത്, ബോധം കെട്ട് വീഴുന്നത്? അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1 വർഷമാകുമ്പം വീഴുമായിരുന്നു. പിന്നെ ഏപ്രിൽ മാസം 2 ദിവസം അടുപ്പിച്ച് വീണു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ പറഞ്ഞു ഒരു കുഴപ്പവും വരത്തില്ല. ഏപ്രിൽ മാസത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് യാതൊരു പ്രയാസവും ഇല്ല. ECG എടുത്തു, ഹോൾട്ടർ ടെസ്റ്റ്, CT സ്കാന് എല്ലാം എടുത്താലെല്ലാം നോർമലായിരുന്നു. അപ്പൊ ഈ 22 വർഷത്തോളം ഈ മോന് പ്രയാസം ഉണ്ടായിരുന്നു? ഇടയ്ക്ക് ബോധം കെടുന്ന ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഡിസബിലിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സിസ്റ്റർ പറയുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം ഈ കുഞ്ഞിന് ചെറിയ പ്രയാസമുണ്ട്. എന്നാൽ ബോധം കെട്ട് വീഴുന്ന ഒരു പ്രശ്നം കൂടെ ഈ മോനുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത്രയും നാളുകളായിട്ട് യാതൊരു പ്രയാസവുമില്ല. അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചെന്നാണ് പറയുന്നത്. കാര്യങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സിസ്റ്ററെ, ഈ അമ്മയുടെ പേര് കുഞ്ഞമ്മ, കുമരകത്ത് നിന്ന് വരുന്നു. അമ്മയുടെ മകൻ റെനീഷിന് 5 വർഷമായി ജോലി ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥനയുടെ ഫലമായി മകന് ബാംഗ്ലൂർ ജോലി കിട്ടിയെന്നാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. 5 വർഷമായിട്ട് ജോലി ഇല്ലായിരുന്നു. എന്നാ ഒന്ന് അമ്മ പ്രാർത്ഥിച്ചത്? വർഷമായിട്ട് പിന്നെ ഓരോ ബിസിനസ്സിനായിട്ട് അങ്ങോട്ട് പോയിട്ട് അതിനൊരു നേട്ടം ഇല്ലായിരുന്നു. അമ്മ എന്നാ ഒന്ന് പ്രാർത്ഥിച്ചത്? ഞാൻ വന്ന് കഴിഞ്ഞ വർഷം ഇവിടെ പ്രാർത്ഥന വെച്ചിരുന്നു. ഞാൻ അഞ്ജലിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോവിഡിന് മുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇല്ലാഞ്ഞാണ് പിന്നെ പോവാൻ. ഇപ്പം മോന് ജോലി കിട്ടി. കർത്താവ് ചെയ്തതിനായി നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഓരോ നന്മകൾക്കായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവൻ നമ്മളെ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ അനേകർ ഈ സുവിശേഷം കേട്ടിട്ടും അതിനെ ഉൾക്കൊള്ളാതെ ആകുമ്പോൾ കർത്താവിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ട്, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം നമ്മളെ അതിലേക്ക് ആകർഷിക്കുവാനിടയായി. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്, അതിനെ സ്വർഗം പറയുന്നത് ആർക്കും കാണാൻ കഴിയുന്നതിനേക്കാൾ കേൾക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമെന്ന ആ അനുഭവത്തിലേക്കാണ് നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും വലിയ നന്മയുണ്ടാകട്ടെ, വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എനിക്കൊരു വ്യക്തിയെ കാണാം, കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൃഷി പന്തൽ കെട്ടി ചിലത് പടർത്തുന്ന വിധത്തിലുള്ള ഒരു കൃഷിയാണ്. എന്നാൽ അത് തനിക്ക് നഷ്ടമാകുന്ന വിധത്തിൽ, ആ ഉണ്ടായ ഫ്രൂട്ടിന് ഈച്ച കുത്തിയിട്ട് ചിലത് പ്രയാസമായ വിധത്തിലായിരിക്കുന്ന ഒരു കുടുംബത്തെ കാണാം. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൻ്റെ ലൈഫിൽ അത് നഷ്ടമായി തീരാതെ, വേദനയായി വരാതെ വലിയൊരു സമൃദ്ധിയെ കൽപ്പിക്കുന്ന കർത്താവേ, വലിയൊരു സമൃദ്ധിയെ കൽപ്പിക്കുന്ന കർത്താവേ. അപ്പോൾ ആ വലിയൊരു സമൃദ്ധിയെ കൽപ്പിക്കുന്ന കർത്താവേ, നഷ്ടമായതിൻ്റെ 7 മടങ്ങ് തിരിച്ചു കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് പോലെ, അപ്പോൾ ആ ഈ വ്യക്തിയുടെ ലൈഫിൽ നഷ്ടമായതിൻ്റെ കർത്താവേ മടങ്ങുകൾ തൻ്റെ ലൈഫിലേക്ക്
തിരിച്ചു വരട്ടെ അപ്പ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. അതേപോലെ തന്നെ ഒരു വ്യക്തി 2 വീലർ ഓടിച്ചിട്ട് ഡൈവേർഷൻ പോലെ അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ചില ബോർഡുകളിലോ മറ്റോ തട്ടിയിട്ട് ആക്സിഡൻ്റായി തൻ്റെ കൈകൾ ഷോൾഡറിന് ചില പ്രയാസമായിട്ട് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിലപ്പ, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ. അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പ. ആ വ്യക്തി സൗഖ്യമാകട്ടെ അപ്പ, ആ വ്യക്തി സൗഖ്യമാകട്ടെ അപ്പ. താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ സ്റ്റേജ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ട്രീറ്റുകളിൽ അലങ്കരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കുകയാണ്. കർത്താവെ, ആ വീടിനെ തൊട്ടാട്ടെയപ്പ. ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ കൃപ ചലിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ അത്ഭുത കരം ചലിച്ചാട്ടെയപ്പ, ദൈവശക്തി ചലിച്ചാട്ടെയപ്പ. സകലത്തെയും നേരെയാക്കുന്ന, സകലത്തെയും ഉളവാക്കുന്ന ദൈവശക്തി ഈ കുടുംബങ്ങളിൽ ചലിക്കട്ടെയപ്പ. രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പ ഇവരുടെ ശരീരത്തിൽ ഇവർ അനുഭവിക്കുന്ന ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതലുണ്ടാക്കട്ടെ അപ്പ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ അത്ഭുതങ്ങളിൽ നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.